ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. എനിക്ക് എൻ്റെ സീൻസൊന്നും അങ്ങനെ അധികവും സിനിമയിൽ നിന്ന് പോയിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം വന്നത് ആട് വണ്ണിലൊരു സീനുണ്ടായിരുന്നു. അതായത് ശൃന്ദ ഷാജി പാപ്പിനെ തേച്ച് പോകുമല്ലോ അജു വർഗീസിൻ്റെ കൂടെ. അതിനുശേഷം ഒരു കവലയെ വെച്ച് ഷാജി പാപ്പൻ ആൻഡ് ഗ്യാങ് കാണുന്നുണ്ട്. ശൃന്ദ ഉണക്കമീൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ലെങ്ത് കൂടിയത് കാരണം അത് മെയിൻ കഥയെ ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സീൻസ് എടുത്ത് മാറ്റിയായിരുന്നു. അതും പിന്നെ മിഥുൻ ആക്ച്വലി ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഷാജി ബാബുവിൻ്റെ ചേട്ടനായിട്ട് രഞ്ജി പണിക്കർ അദ്ദേഹമാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലങ്കയും ഇടങ്കയും ആയിട്ട്, ഇടങ്കൈ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, വലങ്കൈ മിഥുൻ മേനോൻ തോമസ് തന്നെ അഭിനയിച്ചു. അത് രഞ്ജി ചേട്ടനുമായിട്ട് സ്ക്രീനിലൊരു ഫ്രെയിമിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. വെച്ചാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മളെല്ലാവരും ഫാൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ മിഥുനൊരു ഫാനാണ്, അങ്ങനെ വരണമെന്നും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സീൻസൊക്കെ കട്ട് ചെയ്ത് പോയായിരുന്നു. അപ്പം മിഥുൻ എൻ്റെ പറഞ്ഞ്, ചേട്ടാ ഈ സാധനം തൂക്കുവാണ് കേട്ടോ, നമ്മൾ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മിഥുൻ അത് വയ്ക്കുക, അത് ഭയങ്കര ഹിലേരിയസ് ആണ്, അത് വയ്ക്കുക ചേട്ടാ. ഒരു നിവൃത്തിയില്ല കേട്ടോ, വേറെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു നിവൃത്തിയില്ല, അത് കട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തു, ആ സാധനം വന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിൻ്റെ പറയാം, മിഥുൻ അത് വേണമായിരുന്നു. അന്നെങ്കിൽ പിന്നെ ഡിലീറ്റഡ് സീൻസ് ആയിട്ടെങ്കിലും അത് നമുക്ക് പുറത്തിറക്കാൻ വേണ്ടി വിജയൊക്കെ പറയാൻ പറഞ്ഞു. പക്ഷേ അത് ഡിലീറ്റഡ് സീൻസ് ആയിട്ടും വന്നില്ല. അങ്ങനെയാണ് പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നത്. സെക്കൻഡ് പാർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ മിഥുൻ പറയും, മിഥുൻ ആ സാധനം വയ്ക്കണം കേട്ടോ, എവിടെയെങ്കിലും കയറ്റണം, അത് രസമായിരിക്കും. പിന്നെ നമ്മൾ റീഷൂട്ട് ചെയ്ത് എൻറ്റയർ എപ്പിസോഡ് റീഷൂട്ട് ചെയ്ത് അപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി. സിറ്റുവേഷൻസ് എല്ലാം സെയിം, ഡയലോഗ്സ് ഓൾമോസ്റ്റ് സെയിം, പക്ഷേ കുറച്ചുകൂടെ ഇംപ്രൂവൈസ് ചെയ്ത് കുറച്ചുകൂടെ ഹിലേരിയസ് ആയത്.